الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മെ അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ നിലയിലാണ് അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ഏറ്റവും ഉന്നതമായ നിലയിൽ സൃഷ്ടിച്ചു. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലെ ലക്ഷ്യം അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും അള്ളാഹുവിന് ഇബാദത്തിലായി കഴിയാനുമാണ് എന്ന വിവരം. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഇവിടെയുള്ള ജീവിതത്തിന് ഒരു അന്ത്യമുണ്ട്. അതിൻ്റെ പേരാണ് മരണം. മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നേക്കും ആയ ഒരു നശ്വരമായ ഒരു അവസ്ഥയല്ല, മറിച്ച് ഇപ്പോൾ നാം ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് അടുത്ത ഒരു ഏറ്റവും ഉന്നതമായ ഒരു ജീവിതത്തിലേക്കുള്ള പറിച്ചു നടലാണ്, അല്ലെങ്കിൽ ഒരു മാറ്റമാണ്. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശം നാം സ്വീകരിച്ചിട്ടുണ്ടോ എന്ന പരീക്ഷണത്തിന് മറുപടിയാണ്, അതിൻ്റെ ഫലമാണ് അടുത്ത ലോകത്തെ ജീവിതത്തിൽ നമുക്കുള്ളത്. ഈ ഭൂമിയിൽ വന്ന ആരും മരിക്കാതിരിക്കില്ല, നശിക്കാതിരിക്കില്ല. ആരും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു മനുഷ്യർ മാത്രമല്ല, മുഴുവൻ സൃഷ്ടികൾ, ജീവജാലങ്ങൾ മുഴുവനും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. ഇവിടെയുള്ളത് മുഴുവനും നശിച്ചു പോകുന്നതാണ്, നിന്റെ രക്ഷിതാവൊഴികെ.
അപ്പോൾ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ആ അവസാനിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് നമ്മുടെ നിർദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കില്ല, മറിച്ച് അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശവും അവൻ്റെ ഇഷ്ടവും അനുസരിച്ചായിരിക്കും അതിൻ്റെ സമയവും അതിൻ്റെ സ്ഥലവും തീയതിയും ഒക്കെ നിർണയിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും പറയാറുണ്ട്, ആരുടെയും മരണം എപ്പോഴാണെന്ന് അറിയില്ലെന്ന്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരുടെയും മരണം എപ്പോഴാണെന്ന് നമുക്കറിയാമെന്നതാണ്. കാരണം ഏത് സമയത്തും സംഭവിക്കാം. രോഗിയാകണമെന്നോ പ്രായമാവണമെന്നോ എന്നൊന്നും അതിന് ഒരു വ്യത്യാസവുമില്ല. അപ്പൊ കൃത്യമായ ഡേറ്റ് ഉള്ളത് നമുക്കറിയാവുന്ന ഒരേ ഒരു സംഗതിയുള്ളൂ, അത് നമ്മുടെ മരണമാണ്. ചിലപ്പോൾ ഈ നിൽക്കുന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഇരിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമായിരിക്കാം. ഏത് സമയത്തും അത് സംഭവിക്കാം. ആ മരണത്തിനുള്ള തയ്യാറെടുപ്പായിരിക്കണം നാം എല്ലാവരും ഓരോ സെക്കൻഡിലും നിർവഹിക്കേണ്ടത്. തൗബ ചെയ്യുന്നതിന് പ്രത്യേക ഒരു സമയം, പശ്ചാത്താപത്തിന് പ്രത്യേക ഒരു സമയം ഇല്ലല്ലോ. എപ്പോഴും മരണത്തിന് റെഡിയായിരിക്കണം എന്നതാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എത്ര നാം മരിക്കണ്ട എന്ന് വിചാരിച്ചാലും മരിച്ചിരിക്കും എന്നാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതും ഇതേവരെയുള്ള മുഴുവൻ നടപടികൾ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. ഏതെങ്കിലും ഒരാൾ മരിക്കാതിരിക്കണമായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ റസൂല് മാത്രമായിരുന്നു അങ്ങനെ ഒരു ചാൻസ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ നബിയോടും അള്ള പറഞ്ഞു, ഇന്നക മയ്യിത്തുൻ ഇന്നഹും മയ്യിത്തുൻ, നീയും മരിക്കും അവരും മരിക്കും. അപ്പോൾ മരിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നാം മുഴുവൻ സമയങ്ങളിലും എടുത്തുകൊണ്ടേയിരിക്കുക. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ചോദിച്ചു, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, നബിയെ ഏറ്റവും നല്ല മുഅ്മിൻ ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഹ്സനുഹും ഖുലുഖ എന്ന, സൽസ്വഭാവിയായ ഏറ്റവും നല്ല മുഅ്മിൻ. കുറെ നിസ്കരിക്കുന്നവനെന്നോ അല്ലെങ്കിൽ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നവനെന്നോ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ ഒതുക്കാതെ അതിന് മറുപടിയായിക്കൊണ്ട് പറഞ്ഞത് ഏറ്റവും നല്ലവൻ സൽ സ്വഭാവിയ. വഇന്നക ലഅല ഖുലുഖിൻ അളീം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഖുർആനിൽ കാണാം, നബിയെ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയാണ്. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത് സൽസ്വഭാവം നിങ്ങൾക്ക് പഠിപ്പിക്കാനാണ്, അതിൻ്റെ പൂർത്തീകരണത്തിനാണ്. അപ്പൊ ഏറ്റവും നല്ല മുഅ്മിൻ ഏതെന്ന് ചോദിച്ചപ്പോൾ സൽസ്വഭാവിയാണെന്ന് പറയുകയും, അയ്യുൽ മുഅ്മിനീന അഖ്യസു, ഏറ്റവും ബുദ്ധിയുള്ള മുഅ്മിൻ ആരാണ് എന്ന് രണ്ടാമത് ചോദിച്ചപ്പോൾ അക്സറുഹും ലിൽ മൗതി ദിക്റ, മരണചിന്തയെ അധികരിപ്പിക്കുകയും വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ, മരിച്ചതിന് ശേഷമുള്ള അവന്റെ ജീവിതത്തിനു വേണ്ടിയുള്ള ഒരുക്കുമുതലുകൾ ഏറ്റവും നല്ല നിലയിൽ സമ്പാദിക്കുകയും ചെയ്തവരാണ് തലയ്ക്ക് മൂളയുള്ളവൻ, അല്ലെങ്കിൽ തലയിൽ ആൾ താമസമുള്ളവൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ബുദ്ധിമാൻ. അപ്പം മരണചിന്തയെ അധികരിപ്പിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനുള്ള ഒരുക്കു വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ ഉലായിക്കൽ അക്കിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുഅ്മിനുകൾ മനസ്സിലാക്കാനും അവരുടെ ബുദ്ധി ഈ നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുമാണ്.
നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണ്, ജീവിത മറ്റു വ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെടുന്നവരാണ്. അതെല്ലാം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന നിലയിലുള്ള കച്ചവടമായിരിക്കണം. നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും മാത്രമല്ല ഇബാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതും യാത്ര ചെയ്യുന്നതും ഭാര്യമാരുമായുള്ള സംസർഗവും ബാത്റൂമിലുള്ള പ്രവേശനവും തിരിച്ചിറങ്ങലും രാത്രിയുള്ള ഉറക്കവും ചെരുപ്പ് ധരിക്കലും വസ്ത്രം ധരിക്കലും വെള്ളം കുടിക്കലും മറ്റു ആളുകളോടുള്ള സഹവാസവും സംസാരവും പെരുമാറ്റവും എല്ലാം പൂർണ്ണമായും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള സമ്പാദ്യമാക്കി മാറ്റണം. അതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലു ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ. അല്ലയോ ഈമാനുള്ളവരെ, നിങ്ങൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളാകണേ, പിശാചിന്റെ കൽപ്പനകൾക്കും അവന്റെ കാലടികളും നിങ്ങൾ തുടരരുത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഉണർത്തുന്നത് നമ്മുടെ മുഴുവൻ സമയങ്ങളും സന്ദർഭങ്ങളും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കു മുതലായി നാം ആക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. യൂസുഫ് സിദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, അള്ളാഹു നീ എനിക്ക് രാജപദവി തന്നു, സ്വപ്ന വ്യാഖ്യാനം എനിക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നു. ശേഷം അദ്ദേഹം അതിന് നന്ദിയായിക്കൊണ്ട് റബ്ബിനോട് അപേക്ഷിക്കുന്നത് ഇതും കൂടിയാണ്, തവഫനി മുസ്ലിമ വൽഹിഖ്നി ബിസ്വാലിഹീൻ. എന്നെ മരിപ്പിക്കുമ്പോൾ ഒരു മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കണമേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒക്കെ അവരുടെ വസിയ്യത്തായി മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ സംഭവം വിശുദ്ധ ഖുർആൻ അൽ ബഖറയിൽ കാണാം. മക്കളെ, ഞങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും? അവർ പറഞ്ഞു, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാനം അവർ പറഞ്ഞത് വനഹ്നു ലഹു മുസ്ലിമൂൻ എന്നാണ്. ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കും, അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്കുള്ള സമ്പാദ്യം ഒരു സെക്കൻഡ് സമയം പോലും, സമയത്തിൻ്റെ വില നമുക്കറിയണമെങ്കിൽ ഖബറാളിയോട് ചോദിച്ചാൽ അവർ പറയും. ഖബറിലുള്ള ആൾക്ക് ഒരു സുബ്ഹാനല്ലയോ ഒരു അൽഹംദുലില്ലയോ ഒക്കെ പറയാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചാൽ ഒന്നിൻ്റെ സ്ഥാനത്ത് 1000 പറയാൻ അവർ ശ്രമിക്കും. കാരണം അതിൻ്റെ നിലയും അതിൻ്റെ വിലയും അതിൻ്റെ തൂക്കവും ഒക്കെ അവർക്ക് മനസ്സിലായി. നാം ഇപ്പോൾ ഒരു സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ ജീവിതത്തിലേക്ക് അവരെ നാം കൊണ്ടുപോയി വച്ചു. അവർക്ക് എന്തായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്ന ഇബാദത്തുകളുടെ പ്രതിഫലമെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ചിലപ്പോൾ നാളെ ഈ സമയത്ത് നമുക്കൊക്കെ മനസ്സിലാവും. എപ്പോഴാണ് വന്ന് പിടിപെടുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ അഅ്മാലുകൾ, നമ്മുടെ വിശ്വാസം ഒക്കെ നന്നാക്കി അധികരിപ്പിച്ച് മരണചിന്തയെ ഏത് സമയവും ഓർത്തുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നിസ്കരിക്കുമ്പോൾ നിന്റെ അവസാന നിസ്കാരം ആണ് എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് വേണം ഓരോ നിസ്കാരവും നിസ്കരിക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളോട് കൃത്യമായി കണക്ക് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് കണക്ക് ചോദ്യം ചെയ്യണം. ഇന്ന് സുബഹി മുതൽ ഈ സമയം വരെ ഞാൻ ആഖിറത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്തു, ദുനിയാവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, വെറുതെ എത്ര സമയം നഷ്ടപ്പെടുത്തി.
അതിനെ ഒരു പരസ്പരം ഒന്ന് സംയോജിപ്പിച്ച് നഷ്ടപ്പെടുത്തിയ സമയവും ദുനിയാവിന് വേണ്ടി മാത്രം ചെലവഴിച്ചതും ആഖിറത്തിന് ചെലവഴിച്ചതും കൂട്ടി നോക്കുമ്പോഴാണ് 24 മണിക്കൂറിൽ എത്ര സമയമാണ് എന്നേക്കുമുള്ള ജീവിതത്തിന് വേണ്ടി നാം ഒഴിച്ചു വച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ കഴിയും, സുബ്ഹാനല്ലാഹ്, കാലാകാലത്തെ വിജയത്തിനു വേണ്ടി എൻ്റെ 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ഞാൻ ചെലവഴിച്ചത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. ഈ നിലയിലാണ് നമ്മുടെ 70ഉം 80ഉം ഒക്കെ നാം ജീവിച്ചു തീർക്കുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും? മരണത്തിന്റെ സമയത്ത് റബ്ബി ലൗല അഖർതനി, പടച്ചോനെ എന്നെ നീ ഒന്ന് ഒരല്പസമയവും കൂടി എനിക്ക് നീ സമയം തരുമോ എന്ന് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിന്റെ അവസ്ഥയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നിനക്ക് എത്രയോ സമയം നൽകി, എന്തുകൊണ്ട് നീ അത് ഉപയോഗിച്ചില്ല എന്ന് തിരിച്ച് മാലാഖമാർ നമ്മോട് ചോദിക്കുന്ന ഒരു രംഗമാണ് അന്ന് നമ്മുടെ മരണത്തിന്റെ സമയത്ത് വരുന്നതെങ്കിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, നാം പരാജിതരല്ലേ? ഓരോ ദിവസവും ഖബർ നമ്മോട് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. മാ യഅതി അലാ ഹാദൽ ഖബരി യൗമുൻ ഇല്ലാ വഹുവ യുനാദി. ഓരോ ദിവസവും ഖബർ നമ്മോട് വിളിച്ചു പറയാത്ത ഒരു ദിവസവുമില്ല. ബിസൗത്തിൻ ത്വലിഖിൻ, നല്ല സ്ഫുടമായ വ്യക്തമായി തിരിയുന്ന ഭാഷയിൽ. നമ്മൾ അവിടെ ചെന്ന് ചെവി വെച്ചു നോക്കിയാൽ കേൾക്കില്ല. അത് വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നാം തയ്യാറെടുക്കുന്നതിന് വേണ്ടി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഖബർ പറയുന്നത്? യബ്ന ആദം, മനുഷ്യരെ, കൈഫ നസീതനി, നിനക്കെന്നെ എങ്ങനെ മറക്കാൻ കഴിയും? അലം തഅലം, നിനക്കറിയില്ലേ, അന്നി ബൈത്തുൽ വഹ്ദ, നീ നിന്റെ വീട്ടിൽ കുടുംബവും കൂട്ടുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നവനാണെങ്കിൽ നീ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ നീ ഏകനായിക്കൊണ്ട് യുഗങ്ങളോളം താമസിക്കേണ്ട വീടാണ് ഞാൻ. 1000ഉം 2000ഉം 3000ഉം ഒക്കെ താമസിക്കേണ്ട, ഒറ്റയ്ക്ക് ഒരാളും നിന്നോട് സംസാരിക്കാനില്ലാതെ, നിനക്കൊരു നേരം പോക്കില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട വീടാണ് ഞാൻ. നീ സമ്പാദിച്ചു കൂട്ടിയ അഅ്മാലുകൾ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ. ഖബറിലുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാതിരിക്കുമ്പോൾ മാലാഖമാർ അവനോട് ചോദിക്കുന്നത് ലാ അദറൈത വല അതലൈത, നീ ഖുർആൻ ഓതാത്തതെന്തേ? എന്തുകൊണ്ട് നീ ഓതിയില്ല? എന്തുകൊണ്ട് നീ അത് പഠിച്ചില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കേണ്ട വീടാണെന്ന് എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുന്നുണ്ട്. വബൈത്തുൽ ഗുർബ, ഞാൻ വിദേശികളുടെ, അതായത് ഏകാന്തതയുടെ ഒരു പരിചയമില്ലാത്ത ഒരു വീടാണ് ഖബറാകുന്ന ഞാൻ. വബൈത്തുദ്ദൂദ്, പുഴുക്കളെ കൊണ്ട് നിറഞ്ഞ വീടാണ് ഞാൻ. ഖബർ ഓരോ ദിവസവും നല്ല നിലയിൽ വസ്ത്രം ധരിച്ച് നല്ല ഭക്ഷണവും കഴിച്ച് നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഓരോ സ്ത്രീയോടും പുരുഷനോടും ഒക്കെ കൂടി പറയുന്നതാ, ഞാൻ പുഴുക്കളുടെ വീടാണ്, ഏകാന്തതയുടെ വീടാണ്, നിനക്ക് പരിചയമില്ലാത്ത വീടാണ്, വിശാലത കുറഞ്ഞ വീടാണ് എന്ന് ഓരോ ദിവസവും. ഞാൻ ഞെരുക്കത്തിൻ്റെ വീടാണ്, നിന്നെ ഒരു ശരീരം ചരിച്ച് കിടത്തത്തക്ക നിലയിൽ മാത്രമുള്ള മണ്ണിന്റെ ഭിത്തിയിനാലുള്ള ഒരു വീടാണ് ഞാൻ എന്ന് നിനക്കറിയില്ലേ? ഇല്ലാമൻ വസ്സഅനില്ലാഹു അലൈഹി, അള്ളാഹു അവന്റെ അനുഗ്രഹം കൊണ്ട്, തൗഫീക്ക് കൊണ്ട് അള്ളാഹു വിശാലമാക്കിയവരൊഴികെ. അള്ളാഹു വിശാലമാക്കും കുറേ ആളുകൾക്ക് ഖബർ.
അള്ളാഹു നമ്മെയും എല്ലാ മുസ്ലിങ്ങളെയും അക്കൂട്ടത്തിലാക്കട്ടെ. അതിന് സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം കർമ്മങ്ങൾ ചെയ്യണം, സുഹൃതങ്ങൾ അനുഷ്ഠിക്കണം, നമ്മുടെ വിശ്വാസങ്ങൾ നാം നന്നാക്കണം. അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫറിൻ നീറാൻ. ഖബർ ഒന്നിരിക്കൽ സ്വർഗ പൂന്തോപ്പാണ്, അല്ലെങ്കിൽ നരകത്തിലെ കുഴിയാണ്. അപ്പോൾ നാം മരണചിന്തയെ അധികരിപ്പിച്ച് മരണത്തിനു വേണ്ടി തയ്യാറെടുത്ത് നമ്മുടെ ഖബർ വിശാലമാകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നാം നിർവഹിക്കുന്നവരാവുക. ഇതുവരെ അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ, ഇനി അങ്ങനെ ഉള്ളവരാണെങ്കിൽ അത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കാരണം നാളെ അവൻ ഖബറിൽ നിന്ന് താമസം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവന് കിട്ടേണ്ട ദറജാത്തുകൾ ഉയർന്ന ദറജകൾ ലഭിക്കുന്നതിന് വേണ്ടി അവൻ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നഹു മയ്യതി റബ്ബഹു മുജ്രിമ. അക്രമി ആയിക്കൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് നാളെ ഒരാൾ ചെല്ലുന്നതെങ്കിൽ ഇന്നലഹു ജഹന്നം, കത്തിയെരിയുന്ന നരകമായിരിക്കും അവനുള്ളത്. ലായമുദു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിക്കാനും പറ്റൂല, മരിക്കാനും പറ്റൂല. ഒരു സൈസ് ഇടങ്ങേറു മാത്രം. മരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് മരിച്ചു പോയി എന്ന് കൂട്ടാം. ജീവിക്കുകയാണെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടണ്ടേ, അതും ഉണ്ടാവുകയില്ല. മരണവുമില്ല, അവിടെ ജീവിതവുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാകാത്ത വാസസ്ഥലമാണ്. അക്രമിയായിക്കൊണ്ടാണ് റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസിയും വിശ്വാസിനിയുമായിക്കൊണ്ടാണ് റബ്ബിന്റെ അടുക്കലേക്ക് മരിച്ചു ചെല്ലുന്നതെങ്കിൽ പടിപടിയായി ഉയർന്ന ദറജാത്തുകളായിരിക്കും അക്കൂട്ടർക്ക് അല്ലാഹു സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ചുരുങ്ങിയ ജീവിതമാണുള്ളത്. ചുരുങ്ങിയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് ചുരുങ്ങി. പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരു 80 90 ഒക്കെ കുറേയൊക്കെ പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴലും, പെട്ടെന്നുള്ള സ്ട്രോക്ക് വരവും, പെട്ടെന്നുള്ള നെഞ്ചുവേദനയും, പെട്ടെന്നുള്ള കുഴഞ്ഞു വീഴലും ഒക്കെ അധികരിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഭീതിജനകമായ അവസ്ഥയിലേക്കായി നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യം അങ്ങനെ ആക്കി. നമ്മുടെ ആരോഗ്യത്തെ പല നിലയിലുള്ള സംവിധാനങ്ങൾ നമ്മെ ഭയപ്പെടുത്തി, നമ്മെ നിർബന്ധിപ്പിച്ച് ചില സ്ഥലങ്ങളിൽ എത്തിച്ച് ആവശ്യമില്ലാത്തതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചു കയറ്റി എപ്പോൾ ഒന്നുകൂടി നമ്മുടെ മരണം ഏത് സമയത്തും പ്രതീക്ഷിക്കാത്ത നിലയിൽ വന്നെത്തും എന്ന അവസ്ഥയിലായി. അതുകൊണ്ട് ഖബർ നമ്മോട് നിത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണം നമ്മുടെ കരണഞരമ്പിനേക്കാൾ അടുത്ത് മാടി വിളിക്കുന്നു. ഓരോ ദിവസത്തെ ഉറക്കവും നമുക്ക് നൽകിക്കൊണ്ട് അന്നൗമു അഹുൽ മൗത്തി എന്ന് റസൂൽ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം എന്നത്, ഉറക്കമെന്നത് മരണത്തിൻ്റെ സഹോദരനാണ്. ഉറക്കവും മരണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഉറക്കവും മരണവും ഏകദേശം ഒരുപോലെയാണ്. അള്ളാഹു അവസരം നൽകുന്നവർ രാവിലെ എഴുന്നേൽക്കുന്നു, ഇല്ലാത്തവർ അങ്ങനെ തന്നെ സഹോദരൻ്റെ കൂടെ പോവുകയാണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, തവഫനി മുസ്ലിമ വഅൽഹഖനി ബിസ്സാലിഹീൻ എന്ന് പ്രവാചകന്മാരും നല്ല മനുഷ്യരുമൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് കൂടുതൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നിസ്കാരവും നോമ്പും അദ്കാറുകളും സ്വലാത്തുകളും ഖുർആൻ പഠനവും ഖുർആൻ പഠിച്ചതിനനുസരിച്ചുള്ള ജീവിതവും മനുഷ്യരോടുള്ള നല്ല പെരുമാറ്റവും ഒക്കെയായി നാം സമ്പൂർണ്ണ ഒരു മുസ്ലിംകളായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു
ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, തഖ്വയിൽ അധിഷ്ഠിതമായി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി നല്ല മുസ്ലിങ്ങളായി ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മോട് ഉണർത്തുകയാണ്, നിങ്ങൾ മരണത്തിൻ്റെ അവസരത്തിൽ നിങ്ങളുടെ അടുക്കൽ മാലാഖമാർ ഇറങ്ങും. ഒന്നിരിക്കൽ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്. യവരിപൂന വുജൂഹവും വഅദ്ബാറഹും. സത്യനിഷേധികൾക്കുള്ള മരണത്തെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത, സത്യമനുസരിച്ച് ജീവിക്കാത്ത മുഴുവൻ ആളുകൾക്കുമുള്ള മരണത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു. അവരുടെ മുഖങ്ങളിലും അവരുടെ അദ്ബാർ മുതുകുകളിലും ഒക്കെ മലക്കുകൾ അടിച്ചുകൊണ്ടേയിരിക്കും. അഖ്രിജു അൻഫുസക്കും, നിന്റെ ആത്മാവിനെ നീ പുറത്തേക്ക് കൊണ്ടുപാടാ എന്ന് വളരെ ഗൗരവത്തോടെ പറഞ്ഞ് അവരെ അടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളത് കാണുന്നില്ല എങ്കിലും അത് ആ രോഗി അല്ലെങ്കിൽ മരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും. കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ അറാഖ്. മരണശയ്യയിൽ കിടന്ന് കാലുകൾ പരസ്പരം കൂട്ടി ഇണക്കി കെട്ടിപ്പിണഞ്ഞ് ആരുണ്ട് ചികിത്സിക്കാൻ, ആരുണ്ടെന്നെ രക്ഷപ്പെടുത്താൻ എന്ന് ഓരോരുത്തരും നാളെ പറയുമെന്ന് അള്ളാഹു നമ്മെ ഉണർത്തുന്നു. എന്തി അങ്ങനെ പറയാൻ കാരണം? ഫല സ്വദ്ദഖ വല സ്വല്ല വലകിൻ കദ്ദബ വതവല്ല. കൃത്യമായി നിസ്കരിച്ചിട്ടുമില്ല, മനുഷ്യർക്കൊന്നും സഹായം ചെയ്തിട്ടുമില്ല, സത്യത്തെ നിഷേധിച്ചു, അവൻ പിന്തിരിഞ്ഞു കളഞ്ഞവനായിരുന്നു. അതാണ് ഇങ്ങനെ ഒരവസ്ഥ അവന് വരാനുണ്ടായത്. അതുകൊണ്ട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു ഇതിലായിരിക്കണം നാം. എൻ്റെ റബ്ബ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു പിന്നെ ഇസ്തിഖാമത്തുണ്ടാവുകയും ചെയ്യും. റബ്ബ് അള്ളാഹുവാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇസ്തിഖാമത്തിലാണ് വിഷയം കിടക്കുന്നത്, പ്രശ്നം കിടക്കുന്നത്. അതായത് എൻ്റെ റബ്ബ് അള്ളയാണെന്ന് പറയുന്നതിനോടൊപ്പം ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ചുള്ള ജീവിതമാണ് ഇസ്തിഖാമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാറിപ്പോകാതെ. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാരിറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, വിഷമിക്കൊന്നും വേണ്ട, ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നല്ലൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകാൻ തയ്യാറെടുത്തിരിക്കുന്നതെന്ന് ഈ മാലാഖമാർ ഇവരോട് സന്തോഷത്തോടു കൂടി പറയും. അല്ലാത്തവരാണെങ്കിൽ അവരുടെ മുഖത്തും അവരുടെ പാർശ്വഫലങ്ങളിലെല്ലാം മലക്കുകൾ അടിച്ചുകൊണ്ട് അക്രമി നീ പുറത്തേക്ക് വാ എന്നവരോട് പറയുകയും ചെയ്യും. അസ്അദുന്നാസി ബിശഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളുകളാണ് ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കൊണ്ട് വിജയിച്ചവർ. തുടർന്ന് നബി പറഞ്ഞു, ഖാലിസൻ മിൻ ഖൽബിഹി ഔ നഫ്സിഹി. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനല്ല വിഷയം, ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ഇഖ്ലാസോടെ പറയുക. ഔ നഫ്സിഹി, ഹൃദയത്തിൽ ഇഖ്ലാസോടെ പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിലായി. അതായത് ഒരു കളങ്കതയും ഒന്നുമില്ലാതെ അള്ളാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞു. ഔ നഫ്സിഹി, നഫ്സുകൊണ്ട് പറയുക എന്ന് റസൂൽ പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? തൻ്റെ നഫ്സിനെ ലാ ഇലാഹ ഇല്ലല്ലയുടെ വട്ടത്തിനുള്ളിൽ നിന്നും പുറത്ത് കടക്കാത്ത നിലയിലുള്ള ജീവിതമായിരിക്കണം.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടൂല. അവൻ ഇഖ്ലാസോടെ നഫ്സും ആ പറച്ചലും അവന്റെ ഇഖ്ലാസോട് കൂടിയുള്ളതായി. എങ്ങനെ അറിയാൻ കഴിയും ഒരാൾ ഇഖ്ലാസോടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതെന്ന്? സുഖമായി അറിയാൻ കഴിയും. ഒരു ഹാജിയുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവെന്താ? അവന്റെ നാട്ടിലേക്ക് വന്ന് ഹാജിയായി ജീവിക്കുമ്പോഴാണ്. ഒരു മുസല്ലി, ഒരു നിസ്കരിക്കുന്നവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവെന്താ? അവന്റെ നിസ്കാരം അവനെ യഥാർത്ഥ ഒരു മനുഷ്യനാക്കി മാറ്റുമ്പോഴാണ്. അവന്റെ മുഴുവൻ വ്യവഹാര മേഖലകളിലും, കുടുംബത്തിൽ അവൻ മറ്റു മനുഷ്യരോട് പെരുമാറുന്നതിൽ, അവന്റെ ബിസിനസ് രംഗത്ത്, അവന്റെ രാഷ്ട്രീയ രംഗത്ത്, അവന്റെ സാംസ്കാരിക രംഗത്ത്, മുഴുവൻ മേഖലകളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ വേറൊരു ആരാധ്യൻ ഇല്ലെന്ന് നാവ് കൊണ്ട് പറയുന്നതിനോടൊപ്പം അതവൻ ജീവിച്ച് തെളിയിച്ച് മറ്റു മനുഷ്യരെ കാണിച്ച് അവരെ ഇവന്റെ ജീവിതം ദഅവത്താക്കി മാറ്റി ഇങ്ങോട്ടൊരു ചായ്വ് ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് എത്ര പേർക്ക് കഴിയും? നമ്മുടെ ജീവിതം കൊണ്ട് ഇസ്ലാമിനെ അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞ നമ്മുടെ പരിചയക്കാരായ ആളുകൾക്ക് ഇസ്ലാമിനോടൊരു താല്പര്യം ഉണ്ടാക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് എത്ര ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? നമ്മുടെ മുൻഗാമികളുടെ ജീവിതം കൊണ്ടായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുറേ തലമുറ ഇങ്ങോട്ട് കടന്നു വന്നത്. അവർ ഇസ്ലാമിനെ ജീവിതത്തിൽ അവർ പ്രയോഗിച്ചപ്പോൾ, അവർ പ്രാവർത്തികമാക്കിയപ്പോൾ, അതുവരെയും ആ മനുഷ്യർ ജീവിച്ചിരുന്നത് ഇതിൽ നിന്നും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ ഏറ്റവും നല്ലൊരു ജീവിതം ഇതാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഇവരുടെ ജീവിതത്തെ ഒരു ദഅവത്തായി അവരിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നവരാ നമ്മുടെയൊക്കെ മുൻപേ ഉള്ള ആളുകൾ. അല്ലാതെ ഇവിടെ വന്ന് കുറെ ആളുകളെ വെട്ടിക്കൊന്നോ പിടിച്ചോ അല്ലെങ്കിൽ ഇടിച്ചോ അല്ലെങ്കിൽ നമുക്ക് മാറണ ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞു മാറിയവരല്ല ഞാനും നിങ്ങളും ഒക്കെ നമ്മുടെ മുൻഗാമികളാരും. ആ വന്ന കുറച്ച് പുണ്യാത്മാക്കളുണ്ടല്ലോ, ദീനി ദഅവത്തുമായി നമ്മുടെ നാടുകളിലേക്ക് വന്നവർ, അവരുടെ ജീവിതം കണ്ടവർ മനസ്സിലാക്കി ഇതാണ് മനുഷ്യനെന്നും മനുഷ്യത്വമെന്നും മനുഷ്യന് വേണ്ട നിയമങ്ങളെന്നും. സഹോദരങ്ങളെ, നമുക്കങ്ങനെ മാറാൻ കഴിയുമോ? കഴിയണം. കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ അഅ്മാലുകൾ നമ്മെ രക്ഷപ്പെടുത്തുന്നതാവൂ. അതിനെത്ര പേർക്ക് കഴിയും എന്നതാണ് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കി തീർക്കേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ഒരു ദഅവത്താക്കി മാറ്റാൻ, നമ്മുടെ ജീവിതം ഇസ്ലാം ജീവിക്കുന്ന ഒരു ഇസ്ലാമാക്കി മാറ്റാൻ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്ക് 2 കാര്യം തന്നേച്ചു പോയി. ഒന്ന് ഖുർആനാണ്, 2 എൻ്റെ ജീവിതമാണ്, സുന്നത്താണ്. ഖുർആൻ തന്നേച്ചു പോയി, സുന്നത്തും തന്നേച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും വിശുദ്ധ ഖുർആനും നമ്മുടെ ജീവിതത്തിൽ പുലർന്നു കാണാനാണ്. റസൂൽ അന്നേ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഇന്നും നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ജീവിച്ചിരിക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. നബിയുടെ ചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. മനുഷ്യരോടുള്ള പെരുമാറ്റത്തില്, ഭാര്യമാരോടുള്ള പെരുമാറ്റത്തില്, മക്കളോടുള്ള പെരുമാറ്റത്തില്, സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തില്, സമ്പാദിച്ച സമ്പത്ത് ചെലവഴിക്കുന്ന കാര്യത്തില്, ഇതര മനുഷ്യരോടും ജീവജാലങ്ങളോടും ഒക്കെ പെരുമാറുന്നതിലെല്ലാം റസൂലിന്റെ സുന്നത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെയല്ല നാം ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ജീവിതമാണ് ആ മഹാമനുഷ്യ നമുക്ക് കാട്ടിത്തന്നത്. അതിനെ തുടരാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മോട് നിർബന്ധമായും കൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഒന്ന് കൽപ്പിച്ചിട്ട് നിർത്തുകയല്ല. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഇത്ര കൂടുതൽ ആയത്തുകളൊന്നും റസൂലിനെ തുടരാൻ പറയേണ്ടിയിരുന്നില്ല.
ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിന്റെ റസൂലിൽ മാത്രമേ നിങ്ങൾക്ക് ഉന്നതമായ ഗുണങ്ങളും മാതൃകയും ഉള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അത് അക്ഷരം പ്രതി ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്ത് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവന്നവരായിരുന്നു നക്ഷത്രതുല്യരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ഉന്നതർ അവരാണ്, നമ്മുടെ നേതാക്കന്മാർ. അവർക്കെങ്ങനെ മാറാൻ കഴിഞ്ഞു? ഒരു വേള പറഞ്ഞാൽ നമ്മേക്കാൾ കൂടുതൽ തിന്മകളിൽ മുങ്ങിത്താണവരായിരുന്നു അവർ. നമ്മളാരും ജനിച്ചിട്ട് ഇന്നേ വരെ മദ്യപിച്ചിട്ടില്ല. നമ്മളാരും ഇന്നേ വരെ മോശമായ മറ്റു അവർ ചെയ്തതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. മക്കള് പെൺകുട്ടിയായതിൻ്റെ പേരിൽ കൊന്നൊടുക്കിയിട്ടില്ല. ഒരാളെയും നമ്മൾ അക്രമപരമായി കൊന്നിട്ടില്ല. ഒരാളുടെയും സമ്പത്ത് നമ്മൾ വേറെ നിലയിൽ പിടിച്ചു പറിച്ചിട്ടില്ല. അവരെ പോലെ അത്ര കൂടുതൽ പലിശക്കും നമ്മൾ കൊടുത്ത് അവർ കൊടിയ കുടിയന്മാരും പലിശയ്ക്ക് കൊടുക്കുന്നവരും ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പോലും വർഷങ്ങളോളം രക്തം ചിന്തുന്നവരും ആയിരുന്നു അവരും അവരുടെ തലമുറയൊക്കെ. ചുരുങ്ങിയ വർഷം കൊണ്ടല്ലേ നാമൊക്കെ ഇപ്പോൾ കെട്ടിപ്പോട്ടി വച്ചിരിക്കുന്ന ഖുർആൻ അതിൽ ഉള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ സമ്പൂർണമായും തയ്യാറായി മാറാൻ. എന്നിട്ടും ചില അസ്വാരസ്യങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ റസൂല് മിമ്പറിൽ കയറി ചില പ്രഭാഷണങ്ങൾ നടത്തിയപ്പോൾ അവർ അത് അങ്ങനെ തന്നെ അനുസരിക്കാൻ തയ്യാറായില്ലേ? എന്തുകൊണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മെ മാറ്റുന്നില്ല? തിരുചര്യ നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മുടെ തോന്യാസവും നമ്മുടെ ഇച്ഛകളും മാത്രമേ നാം തുടരൂ എന്നാണോ നാം ഇനിയും തീരുമാനിച്ചിട്ടുള്ളത്? ഖുതുബകൾ കുറെ കേട്ടു, ഉപദേശങ്ങൾ കുറെ മനസ്സിലായി, എല്ലാവരും നിത്യവും ഉപദേശം കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പുറത്തേക്ക് കളയാനാണെങ്കിൽ എന്തിനാണ് നാം ഇങ്ങനെ ഉപദേശം കേൾക്കുന്നത്? ഒരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് എന്താണ് തടസ്സം, അല്ലെങ്കിൽ എന്താണ് ഒരു വൈമനസ്യമുള്ളത്? ഏറ്റവും നല്ലൊരു രാജപാതയല്ലേ വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അതുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളും, ചിലപ്പോൾ ചില സഹാബികൾ ഒന്ന് ചോദിച്ചതുപോലെ, നബിയെ എനിക്കെല്ലാ തെറ്റും ഇപ്പം തന്നെ നിർത്തണമെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല, ഒന്ന് നിർത്താൻ എന്നോട് ഉപദേശിച്ചാൽ എനിക്കത് കഴിയും, എന്നാൽ നീ കളവ് പറയണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും അദ്ദേഹം മാറിയപ്പോൾ സമ്പൂർണമായി അദ്ദേഹത്തിന് മുസ്ലിമാകാൻ കഴിഞ്ഞുവെങ്കിൽ ക്രമേണ നമുക്ക് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റുകളായ നമ്മുടെ നാവിൽ നിന്നും വരുന്ന കളവായ വാക്കുകൾ ഇനി ഒരിക്കലും ഞാൻ പറയില്ലെന്നൊരു തീരുമാനമെടുത്തേ നമുക്ക് നന്നാവാൻ പറ്റും. ഒരാൾ ഫോൺ ചെയ്ത് ചോദിക്കാം, നീ ഇപ്പം എവിടെയാണ്? അയാൾ പറയുകയാണ് ഞാൻ കോഴിക്കോടാണ് നിൽക്കുന്നത്. അയാൾ ചിലപ്പോൾ തൊട്ടപ്പുറത്തെ ഭിത്തിയിലെ അപ്പുറമോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിലോ ഉണ്ടായിരിക്കും. ചെറിയൊരു കളവാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, പക്ഷേ അതൊരു വലിയ കളവാണ്. പിന്നീട് അവന് കളവ് അവൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും, മറ്റേ സഹോദരനുമായി സംസാരിച്ച് ഒന്ന് നിർത്തേണ്ടി വരാൻ. നാം കൊച്ചു കൊച്ചു കാര്യമായി കാണുന്നത് അത് വലിയ കാര്യത്തിലേക്ക് ചെന്ന് ചാടും. വിശ്വാസികളെ തിന്മകൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിവാക്കാൻ ഒരു പ്രതിജ്ഞയെടുക്കാം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നതിനോടൊപ്പം തന്നെ അത് പഠിക്കാനും അതിലുള്ളതിനനുസരിച്ച് ജീവിക്കാനും കഴിവിൻ പരമാവധി ശ്രമിക്കാം. അങ്ങനെ വത്തഖുല്ലാഹ മസ്തതഅ്തും, കഴിവിൻ പരമാവധി റബ്ബിന് തഖ്വ ചെയ്ത് റബ്ബിനെ ഭയപ്പെട്ട് റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ അവസരം അള്ളാഹുവിനോട് അപേക്ഷിക്കാം. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്താണോ അത് ഉൾക്കൊള്ളാൻ എന്ത് തടസ്സമാണോ നമുക്കുള്ളത്, ആ തടസ്സങ്ങളെല്ലാം റബ്ബ് മാറ്റി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമുക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം അള്ളാഹു തുറന്നു തരികയും മനസ്സിനെ ആ നിലയിലാക്കി അള്ളാഹു മാറ്റുകയും ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.